ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഭയങ്കര രുചികരമായ ഡ്രീം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ഡ്രീം കേക്ക് തയ്യാറാക്കാമെന്നുള്ള വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലിട്ടിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. എന്നാൽ ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയും ചെയ്യാം. പിന്നെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാനും എളുപ്പമാവും കേട്ടോ. നന്നായിട്ടൊരു 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണിലതിലുള്ള കട്ടകളൊക്കെ മാറ്റിയെടുക്കാം. ഇനി വേണ്ടത് എഗ്ഗാണ്. ഞാൻ 3 എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലെങ്കിൽ ഫ്രോക്ക് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി 1 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് നമ്മൾ ബീറ്റർ ഓൺ ആക്കാതെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബീറ്റർ ഓൺ ആക്കുക കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറഞ്ഞ ചൂടുള്ള 3 സ്പൂണ് പാലും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇവിടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഫ്രോക്ക് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ മടക്ക് അങ്ങനെ വരുന്നില്ല. നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതുപോലെയാണ് നമ്മൾക്ക് മാവ് കിട്ടേണ്ടത്. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ അതിലുള്ള എയറൊക്കെ പോയി കിട്ടും. ഇനി ഇതിനായിട്ട് ഞാൻ ഒരു കുക്കർ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു വട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഒരു 5 മിനിറ്റ് വരെ ഞാൻ ചൂടാക്കി എടുത്തതാണ് കേട്ടോ. അതിലേക്കാണിത് ഇനി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിസിൽ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോഴേക്കും ഇത് കേക്ക് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഡ്രീം കേക്കിൻ്റെ ടിന്നിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയും പാടെ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളത്തേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട. അതിങ്ങനെ നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഓഫാക്കി എടുക്കാം കേട്ടോ. ഇത് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം നമ്മളെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഡ്രീം കേക്ക് ആവുകൊണ്ട് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഉള്ളൂ കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് 1 കപ്പ് whipping ക്രീമും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഇത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരും വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കണ്ട് ഒരുക്കിയെടുത്താലും മതി കേട്ടോ. ഒരുക്കി വരാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഫുള്ളായിട്ട് ചോക്ലേറ്റൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ബാക്കിയൊക്കെ റെഡി ആക്കുമ്പോഴേക്കും റെഡി ആയിക്കോളും, ചൂടൊക്കെ പോയിട്ടുണ്ടാവും. ഇനി ഞാൻ 1 കപ്പ് whipping ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്കാട്ടോ നമുക്ക് വേണ്ടത്. ഡ്രീം കേക്കിനാവുകൊണ്ട് നല്ലവണ്ണം കട്ടാവണ്ട. നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഒരു 3 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും പാടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ whipping ക്രീം നേരത്തെ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ മുകളിലേക്ക് ഇത് ശരിക്കും ലെവലാണെന്നല്ല കേട്ടോ. ഒന്ന് സ്പൂൺ വെച്ചിട്ട് ലെവലാക്കിയാൽ തന്നെ റെഡിയാക്കി കിട്ടും. വീട്ടിൽ തന്നെ നല്ല രുചികരമായി പെട്ടെന്ന് നമുക്ക് ഡ്രീം കേക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അധികം ക്യാഷൊന്നും കൊടുത്തുകൊണ്ട് പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ whipping ക്രീം മുകളിലാക്കിയിട്ട്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ചോക്ലേറ്റ് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫുള്ളായിട്ട് മുകളിൽ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലവണ്ണം ഇതൊന്ന് കട്ടായി വരും വരെ ഫ്രിഡ്ജിൽ
തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തതായിരുന്നു. അത് മുമ്പാടെ ഞാനൊരു ചെറിയ ഡ്രീം കേക്കിൻ്റെ ഇത് അരൻ്റെ ഡ്രീം കേക്കാണ്, മറ്റേത് പിന്നെ 1 കിലോത്തിൻ്റെ ഡ്രീം ടിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിട്ടു ഞാൻ ആ മുകൾ ഭാഗം എടുത്തൊക്കെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് അതുപോലെ ചോക്ലേറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇപ്പം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ ഇതാക്കി കൊടുക്കുന്നത്. ഒരു അരിപ്പയിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ നല്ല രീതിക്ക് കിട്ടും. കണ്ടില്ലേ, ഇപ്പം എല്ലാം കൊക്കോ പൗഡറൊക്കെ മുകളിലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1 മണിക്കൂറൊക്കെ നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ. നല്ല രുചിയോറും ഡ്രീം കേക്ക് നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ. ഞാനത് ഫ്രിഡ്ജിലിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് നമ്മുടെ ഡ്രീം കേക്ക് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. കാണുമ്പോൾ തന്നെ ഇങ്ങനെ വായിൽ വെള്ളം ഓർമ്മയുണ്ടല്ലേ. നമ്മുടെ ഡ്രീം കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര രുചിയാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോവും എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ കൂട്ടുകാർക്ക് റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കേ, ബൈ. അപ്പോൾ എല്ലാവരും ഡ്രീം കേക്ക് ഉണ്ടാക്കി നോക്കാം.